ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കലും കൂടി സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറയുമ്പോൾ ഒരു മൈനിങ് ഏരിയ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ ടണൽ പോലത്തെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ മൈനിങ് ഏരിയയുടെ എൻട്രൻസ് വരാൻ പോണത്. അപ്പോൾ എന്താ ചെയ്യാൻ പോണെന്നുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ മൈനിങ് ഏരിയയുടെ സെറ്റപ്പ് വന്നത്. നമുക്കിനി ബാക്കി ഡിസൈനും കൂടി ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ സെറ്റപ്പ് വരുന്നത്. നമ്മളിവിടെ ഒരു ബാരലും ഫർണസ് ഒക്കെ വെച്ച് ഇവിടെ ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളും വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ നമ്മുടെ മൈനിങ്ങിന്റെ എൻട്രൻസിലേക്ക് പോകും. കണ്ടല്ലോ, ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മൈനിങ് എൻട്രൻസ് വരുന്നത്. പിന്നെ നമ്മൾ പുറത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ റൂഫ് പോലത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് സ്ലാബ്സ് വെച്ചിട്ട്. നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്ലാബ് മാത്രമാണെങ്കിലും പിന്നെ വരുമ്പോഴാണ് ഇതൊരു മൈനിങ് ഏരിയ ആയിട്ട് കാണുള്ളൂ. അങ്ങനത്തെ ഒരു രീതിയിലാണ് ഞാൻ ഇത് പണിതേക്കണ. കാര്യം പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ എങ്ങനെയൊക്കെ പണിഞ്ഞിട്ടും ഈ വേൾഡിന് ഒരു മാച്ച് വരുന്നില്ല. കാര്യം നമ്മുടെ ഈ വീടിന്റെ ഒരു തീം എങ്ങനെയൊക്കെ പോയാലും ഈ സ്ഥലത്തിനൊന്നും വന്നില്ല ഗൈസ്. ഞാൻ കുറെയൊക്കെ ട്രൈ അടിച്ച് നോക്കി, പക്ഷെ ഒന്നും നടപടിയാവണുണ്ടായില്ല. ഇതാണ് ഇപ്പൊ അവസാനമായിട്ട് വന്നൊരു ഐഡിയ. ചിലപ്പോൾ വല്ല പുതിയ ഐഡിയാസ് തന്നെയാണ് ഞാൻ ഇത് പൊളിച്ച് മാറ്റണമായിരിക്കും ഗൈസ്. എന്തായാലും നമുക്ക് ബാക്കി മൈനിങ് ഏരിയ സെറ്റപ്പ് ചെയ്യാം. ഫസ്റ്റ് മൈനിങ് ഏരിയ നമുക്ക് നടക്കാനുണ്ട്. അതിന് മുമ്പ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഡയമണ്ട്സ് ഉണ്ട്. അപ്പൊ എന്തായാലും ആ ഡയമണ്ട്സ് കളക്ട് ചെയ്തിട്ട് ഈ സാധനം അടച്ചിടാം. ഈ മൈനിങ് ഏരിയ നമ്മൾ പെട്ടെന്നൊരു ആവശ്യത്തിനാണ് ഉണ്ടാക്കിയത്. കാര്യം സ്റ്റോണിനും ഡീപ് സിലേജിനൊക്കെ ആവശ്യമുള്ളതുകൊണ്ട്. അല്ലാണ്ട് ഇതൊരു പെർമനന്റ് മൈനിങ് ഏരിയ ആയിട്ടല്ല ഞാൻ ചെയ്തേക്കണത്. ഇതിന് മുകളിൽ ബിൽഡ് ചെയ്യാൻ നോക്കി, പക്ഷെ അതും നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കണോണ്ട് ഒരു ഭംഗിയില്ല ഗൈസ്. ഒരു മാച്ചായി പോണില്ല. ഇതാണ് ഞാൻ പറഞ്ഞ ഡയമണ്ട്സ്. ഒരു 3 എണ്ണം ഉണ്ട് ഇവിടെ. നമുക്കത് എന്നാലും ഇപ്പൊ കളക്ട് ചെയ്യാം. കഷ്ടിച്ച് 3 എണ്ണം ഉള്ളു. കാര്യം ഞാൻ അവിടെ ടഫ് കളക്ട് ചെയ്യാൻ വന്നപ്പോ കണ്ട ഡയമണ്ട്സ് ആണ്. പിന്നെ അവിടെ കുറച്ച് റെഡ് സ്റ്റോണും ഉണ്ട്. നമുക്ക് അതും കൂടി ചെന്ന് കളക്ട് ചെയ്യാം. അതൊറ്റ ഒരെണ്ണം ഉണ്ടായിരുന്നു. അല്ല, ഇവിടെ അതിലും കൂടുതൽ ഉണ്ടായിരുന്നാണ് ഗൈസ്. അതെന്തേലും ആട്ടെ. ഇപ്പൊ നമ്മൾ കാണിക്കാൻ വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചെസ്റ്റിന്റെ ഏരിയ മൊത്തത്തിൽ സോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാരലിൽ വരുന്നത് നമുക്ക് വാല്യുബിൾസ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ബാക്കി ഓരോ പെട്ടിക്കും നമ്മൾ ഓരോ ഇത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പെട്ടി മാത്രം കാലിയാണ്. അവിടെ ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് ഒരു പെടുത്തില്ല. എന്നാലും നമുക്ക് അവിടെ എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ അത് യൂസ് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ സോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ അവിടെ കംപ്ലീറ്റ്ലി എം ടി ആണ്. പിന്നത്തെ കാര്യം എന്ന് പറയുമ്പോൾ ഈ ബാക്ക് ഡോർ വഴി നമുക്ക് ഇറങ്ങാൻ നേരത്ത് നമ്മൾ ഈ ഒരു സെറ്റപ്പ് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഒരു പാത്തിങ് ഏരിയ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പാത്താണ് നമ്മൾ നേരെ ചെന്ന് കണക്ട് ചെയ്യുന്നത് നമ്മുടെ മെയിൻ പാത്തിലോട്ടാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഇങ്ങനെ ഇറങ്ങി പോണത്. ഇവിടെ നമ്മൾ ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വരുമ്പോഴേക്കും നമ്മുടെ മൈനിങ് ഏരിയയിലേക്ക് എത്തും. മൈനിങ് ഏരിയ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. നമുക്ക് അത് കുറച്ച് കഴിഞ്ഞ് കംപ്ലീറ്റ് ആക്കാം ഗൈസ്. ഓഫ് ക്യാമറയിൽ ഞാൻ കംപ്ലീറ്റ് ആക്കി വെക്കാം. ഇനി നമുക്കൊരു മെയിൻ ആയിട്ട് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ ഈ ഒരു പാത്ത് ഏരിയ ആണ്. നമുക്ക് ഈ പാത്ത് ഒന്ന് റെഡി ആക്കി എടുക്കണം. അതും കൂടി നമുക്ക് ചെയ്യാം.
Holy shit. ചെറുതായിട്ടൊന്ന് പേടിച്ചു പോയി ഗൈസ്. പെട്ടെന്ന് ബാക്കിന് അടി വന്നപ്പോഴേ അതേപോലെ പെട്ടെന്നൊന്നും മിണ്ടാൻ പറ്റിയില്ല. അത് അപ്പോഴൊക്കെ അവിടെ കുക്കാവട്ടെ. ഞാൻ പോയി നൈറ്റ് സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നടപടിയാവില്ല. ഹാർഡ് കോറാണ്. സോ അങ്ങനെ നമ്മൾ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ട്രാപ്പ് ഡോറും ബട്ടനും സ്റ്റെയറും വെച്ചിട്ടുണ്ട്. അതന്നെ ഇപ്പുറത്തും ചെയ്തിട്ടുണ്ട്. നമുക്ക് മുകളിലും കൂടി ഒരു ട്രാപ്പ് ഡോർ വെച്ചേക്കാം ഗൈസ്. മുകളിൽ സ്ലാബ് വെച്ച് നോക്കാം. അല്ലെങ്കിൽ ഇപ്പൊ തരക്കേട് ഇല്ല, എന്നാലൊരു സ്ലാബല്ല ട്രാപ്പ് ഡോറിന്റെ കുറവുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. ഇപ്പൊ ഒരു തരക്കേടില്ലാണ്ടൊരു സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ ഒരു ഓക്കെ ആയിട്ടുണ്ട് ഗൈസ്. സോ ഗൈസ്, ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ മഞ്ചട്ടി മുക്കിന്റെ വീഡിയോ ഡിലേ ആവണതിന്റെ കാര്യം എന്ന് പറയുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചൊരു സമയത്ത് ഇങ്ങനെ അധികം കിട്ടാറില്ല. എന്നുവെച്ചാൽ റെജിമോനുള്ള സമയത്ത് ഞാൻ ഫ്രീ ആയിരിക്കില്ല, ഇപ്പൊ റെജിമോൻ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് ഞാനും ഫ്രീ ആയിരിക്കില്ല. പോരാത്തതിന് ഗ്രൈൻഡിങ്ങും കുറച്ച് ഇഷ്യൂ ഉണ്ട്. ഈ എത്തർനോ സെർവറിന്റെ ഒരു ലേറ്റൻസി കാര്യമൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് തന്നെ ഉണ്ട്. സോ അതുകൊണ്ടാണ് ഡിലേ ആവണത്. നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. നമ്മൾ പെട്ടെന്ന് തന്നെ അതിന്റെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും ഗൈസ്. സോ ബൈ ഗൈസ്.